Hey, welcome back to my YouTube channel. So guys, today I'm gonna take a vlog of my Christmas celebration in Gardens by the Bay. അപ്പോൾ സിംഗപ്പൂരിൽ ഒരു അടിപൊളി ക്രിയേഷനാണ് അവർ ക്രിസ്മസ് വണ്ടർലാൻഡ് എന്നും പറഞ്ഞിട്ട് ഗാർഡൻസ് ബൈ ദ വേയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ദെയർ. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വെളിയിൽ ഇറങ്ങിയിട്ട് അമ്മയെ കൊണ്ട് എടുപ്പിച്ച് കാണിച്ചു തരാം. അമ്മയും റെഡി ആയിട്ടുണ്ട്. അമ്മ ഹായ് ഹായ് പറ. ഇത് അമ്മയുടെ ആണ്, നോട്ട് മൈൻ. ആൻഡ് ചെരുപ്പ്, ഇതാണ് എൻ്റെ ചെരുപ്പ് കളക്ഷൻസ്. ഇനിയും ഉണ്ട്, അലമാരയുടെ മണ്ടയിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. സോ ഇതിലേത്, ഐ തിങ്ക് ഇതും ഈ ഡ്രസ്സിൻ്റെ കൂടെ പോകും. ഈ ഹീൽസ് ഇട്ടിട്ട് കുറച്ച് നാളായി. സോ ഐ വിൽ ചൂസ് ദിസ്. ഇന്ന് എൻ്റെ മുടി കണ്ടിട്ട് ചിലപ്പം കുറച്ച് പേര് ചോദിക്കുമായിരിക്കും എന്തോന്നാണ് തലമുടിയിൽ ചെയ്തതെന്ന്. കാരണം എനിക്ക് ഒത്തിരി കോമൻറ്റ്സ് അങ്ങനെ വരാറുണ്ട്. ഞാൻ കുളിക്കാതെയും ജപിക്കാതെയൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വിടുമ്പോഴത്തേക്കല്ലേ സീരിയസ്ലി ചോദിക്കാറുണ്ട് മുടി എന്തോ ചെയ്തതെന്ന്. ആക്ച്വലി ഗൈസ്, ഇത് 4 ദിവസം കുളിക്കാതിരുന്നാൽ മുടി ഇങ്ങനെ ആവും കേട്ടോ. ഇച്ചിരി ഓയിലി ടച്ചൊക്കെ ആയിട്ട് സ്ട്രൈറ്റ് ചെയ്ത മാതിരി ആവും. മണപ്പിച്ചൊന്നും നോക്കരുത്. സോ ഇവിടെ നിന്ന് 1 hour ട്രാവൽ ഉണ്ട്. ആക്ച്വലി ഗുഡ് സ്മെൽ. ഞാൻ സെറമൊക്കെ തേച്ചിടുന്നോണ്ടായിരിക്കും. ഇനി ഇവിടെ നിന്ന് 1 hour ട്രാവൽ ഉണ്ട് നമുക്ക്. ബ്ലൂ കളർ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. ആൻഡ് ദിസ് ഈസ് ദ ഓവറോൾ സിംഗപ്പൂർ. ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്തെ ഒരു സ്ട്രക്ചറാണിത്. വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് കൺസ്ട്രക്ഷൻ ഇങ്ങനെ ഒരു വ്യൂ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള MRT ആണ്. വുഡ്ലാൻഡ് സൗത്ത് ആണ് ഈ MRT സ്റ്റേഷൻ്റെ പേര്. ആൻഡ് ദിസ് ഈസ് ബ്രൗൺ ലൈൻ, തോംസൺ ഈസ്റ്റ് കോസ്റ്റ് ലൈൻ എന്ന് പറയും. ദിസ് ഈസ് സിംഗപ്പൂർ MRT കാർഡ്. സോ ഇത് അമ്മ വരുമ്പോൾ മാത്രം എടുക്കുന്ന കാർഡാണ്. ഞാൻ ഫോണിൽ ജസ്റ്റ് എൻ്റെ ബാങ്ക് കാർഡ് യൂസ് ചെയ്യും. ഈസ് ലിങ്ക് കാർഡെന്ന് പറയും ഇതിന്. അയച്ചു കൊടുത്തിട്ട് ലൈക്ക് $10 ചാർജ് ചെയ്താൽ മതിയല്ലോ. ഇനി ഇത് പേ ചെയ്യും. $10 ഞാൻ ചാർജ് ആക്കിയത്. ലൈക്ക് സിംഗപ്പൂരിൽ വിസിറ്റിങ്ങിന് വരുന്നവരോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദിസ് വീഡിയോ റിയലി ഹെൽപ്ഫുൾ ഫോർ യു. Finally we reached Gardens by the Bay. ഇനി കുറച്ച് I think ഒരു 10 minutes ഓളം we have to walk to reach Christmas Wonderland. അങ്ങനെ കുറേ നടന്ന് വഴി തെറ്റിയതിന് ശേഷം വി റീച്ച്ഡ് ക്രിസ്മസ് വണ്ടർലാൻഡ് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം അങ്ങോട്ട് എന്തുവാന്ന്.
അങ്ങനെ ഗൈസ്, ഇതാണ് സിംഗപ്പൂരിലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലം. ഇത് ഈ ക്രിസ്മസ് വണ്ടർലാൻഡിനകത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ടൈം പറഞ്ഞിട്ടുണ്ടാവും. സ്നോ ഫോളിങ് ടൈം ഇന്നൊരു സമയത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സ്ഥലത്ത് പോയി നിന്നാൽ സോപ്പ് പതയാണ് ഇത് ആക്ച്വലി സ്പ്രെഡ് ചെയ്ത് നമുക്ക് തരുന്നത്. It's the most beautiful time of the year. Lights fill the streets, spreading so much cheer. I should be playing in the winter snow, but I'ma be under the mistletoe. I don't wanna miss out on the holiday, but I can't stop staring at your face. I should be playing in the winter snow, but I'ma be under the mistletoe. With you, shawty with you, shawty with you. Nature sing, just let nature sing, just heaven and heaven and nature sing. Joy to the world, the Savior reigns. Everyone's gathering around the fire, chestnuts roasting like a hot July. I should be chilling with my folks I know, but I'ma be under the mistletoe. Word on the street, Santa's coming tonight. Reindeers flying through the sky so high. I should be making a list, I know, but I'ma be under the mistletoe. With you, shawty with you, shawty with you, under the mistletoe. Yeah, with you, shawty with you, shawty with you. അങ്ങനെ ക്രിസ്മസ് വണ്ടർലാൻഡ് ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ ഇത്രയും കട്ട വെയിറ്റിംഗ് ആയിട്ടിരുന്നൊരു സംഭവമാണ് ഫ്ലൈയിങ് സാന്റ കാണാൻ. അതിൻ്റെ ഷോർട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ടൈം ഏതാണ്ട് ആവാറായി. അങ്ങനെ അത് കാണാനായിട്ട് പോവാണ്. Christmas Wonderland. What a beautiful sight. ഹേ ഗായ്സ്, ദിസ് ഈസ് മറീന ബൈ സാൻഡ്സ്. സിംഗപ്പൂരിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിൻ്റായ ഈ സ്ഥലം നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേന്ന് ക്രിസ്മസ് വണ്ടർലാൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് കാണുന്ന കേട്ടോ. അടുത്തോട്ട് വരുന്തോറും ഭംഗി കാണാനുള്ള ഭംഗി കുറഞ്ഞു വരുന്നൊരു സ്ഥലമാണ് ഇത്. അതായത് നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്നാലേ ഈ ഫുൾ വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഡെയിലി നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് എക്സാക്ട്ലി ഡിഫറെൻ്റാണ് നൈറ്റിൽ സിംഗപ്പൂർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്.